ഏറ്റവും സത്യസന്ധമായ ആത്മകഥ അനുഭവാഖ്യാനം ആരും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് അനുഭവം. മഹാത്മാഗാന്ധി പോലും എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളുടെ ആമുഖത്തിൽ പറയുന്നത്, ഞാൻ ഒരുപാട് പ്രാവശ്യം ഇത് മാറ്റിവെക്കേണ്ടി വന്നു, കാരണം എനിക്ക് എൻ്റെ ആത്മകഥയോട് സത്യസന്ധത പുലർത്താനായിട്ടില്ല. അതുകൊണ്ട് പല പ്രാവശ്യം മാറ്റിമറിച്ചു, ഇതും പൂർണ്ണമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്ന മഹാത്മാഗാന്ധി തന്നെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ശ്രീ സജി എബ്രഹാം നേരത്തെ ആമുഖമായി പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് പ്രസാധകരെക്കുറിച്ചും പ്രസാധക സംരംഭങ്ങളെക്കുറിച്ചുമൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരം അവസാനിപ്പിച്ചത്. ആനുഷംഗികമായി പറയട്ടെ, കണ്ണൂർ, അഭിയുക്ത കണ്ണൂർ ജില്ല മലയാള സാഹിത്യത്തിൻ്റെ ആദ്യ സംരംഭങ്ങളെല്ലാം തുടങ്ങിയ ദേശമാണ്. ആദ്യത്തെ കഥയും ആദ്യത്തെ നോവലും ആദ്യത്തെ നിഘണ്ടുവും ശ്രീകൃഷ്ണചരിതത്തെ ആധാരമാക്കിയുണ്ടായ ആദ്യത്തെ മഹാകാവ്യവും ഒക്കെ ആരംഭിച്ചത് ഈ ഭൂമിയിൽ നിന്നാണെങ്കിലും, സരസ്വതി വിജയം പോലുള്ള ഗംഭീരമായ നോവലുകൾ ഉണ്ടായത് ഇവിടെ വെച്ചാണെങ്കിലും, പ്രസാധക സംരംഭം എന്നത് ഒരുപക്ഷെ അതിൻ്റെ വ്യവസ്ഥാപിതമായ നിലയ്ക്ക് ആരംഭിക്കുന്നത് പുസ്തകങ്ങളുടെ വടക്കൻ പെരുമ എന്ന ശീർഷകത്തിൽ കൈരളി ബുക്സാണ്. കൈരളി ബുക്സ് സംഘടിപ്പിക്കുന്ന 4ാമത് എഡിഷനിലെ ഈ സാംസ്കാരികോത്സവം എന്നത് സാന്ദർഭികമായി ഞാൻ ഓർത്തു എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണൂരിൽ പുസ്തകങ്ങളുടെ എഴുത്തും വിപണിയും വളരെ സമ്പന്നവും പ്രഫുല്ലവുമായി നിൽക്കുന്ന ഒരു വർത്തമാനത്തിലാണ് നാം ഈ ആലോചന നിർവഹിക്കുന്നത് എന്നത് ആണൊരു പ്രത്യേകത. മലയാളത്തിലാകെയും ഒരുപക്ഷെ മലയാളം ചെറിയൊരു ഭാഷയാണ് എന്ന് നാം അറിയുന്നു. എണ്ണത്തിൽ കുറവ് ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ്. പക്ഷേ എണ്ണക്കുറവിനെ കടന്നു നിൽക്കുന്ന സാഹിത്യരചനയും സാഹിത്യ സംരംഭങ്ങളും സംവാദങ്ങളും ഉന്മിഷിത്തായി നിൽക്കുന്ന ഒരു ഭൂമി കൂടിയാണ് കേരളം. ഒരു ഭൂപ്രദേശമാണ് കേരളം എന്ന് തീർച്ചയായും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ലോകത്തിലെ ഏത് സാഹിത്യത്തോടും നെഞ്ചും ശിരസും ഉയർത്തി നിൽക്കാവുന്ന വിധത്തിലുള്ള സാഹിത്യ സംഭാവനകൾ മലയാളത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. പ്രായണ അവഗണിക്കപ്പെട്ട ഒരു പ്രദേശമെന്ന ഒരു ഉപഭൂഖണ്ഡത്തിലെ ചെറിയൊരു പ്രദേശമെന്ന നിലയ്ക്കായിരിക്കാം സാർവദേശീയ അംഗീകാരങ്ങളുടെ തലപ്പിലേക്ക് ഒരുപക്ഷെ ബഷീറോ മാധവക്കുട്ടിയോ ഒ വി വിജയനോ ഒക്കെ വന്നെത്താതിരിക്കുന്നത് എന്ന് നാം അറിയുന്നുണ്ട്. പല ഗംഭീരമായ രചനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ മാത്രമല്ല നമ്മളെല്ലാം അഭിമാനത്തോടെ ഓർമ്മിക്കേണ്ടതുണ്ട്. അതിൻ്റെ വർത്തമാനകാല അനുഭവങ്ങൾ എന്നതും തൊട്ടും അനാരോഗ്യകരമല്ല എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ ആമുഖവാക്യം സൂചിപ്പിച്ചത്. ഇപ്പോഴും അനുസ്യൂതമായി നമ്മുടെ എഴുത്താളർ നവീനമായ ശൈലിയിൽ രചനകൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വായനാ സമൂഹവും വളരെ വലിയ ജാഗ്രതയോടെ തന്നെയാണ് കാര്യങ്ങൾ കാണുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ഉടനെ അതിൻ്റെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിഞ്ഞ ലോക ചരിത്രത്തിന് സമാനമായ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞില്ല എന്നിരിക്കാം. റഷ്യയിലൊക്കെ കുറേ വർഷം മുമ്പ് മിഖായേൽ ഷോളോക്കോവിൻ്റെ ഡോൺ നോവൽ സീരീസിലെ ഡോൺ ശാന്തമായി ഒഴുകുന്നു എന്ന നോവൽ പ്രസിദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ അത് പ്രസിദ്ധീകൃതമാകുന്ന പ്രഭാതത്തിൻ്റെ തലേദിവസം രാത്രി മോസ്കോയിലെ പ്രസാധകശാലയ്ക്ക് മുന്നിൽ 20,000 ആളുകൾ ക്യൂ നിൽക്കുകയായിരുന്നു അത്രേ, ഷോളോക്കോവിൻ്റെ കയ്യൊപ്പോട് കൂടി ആ കൃതി ഏറ്റുവാങ്ങാൻ വേണ്ടി. അങ്ങനെയൊരു അനിതര സാധാരണമായ ദൃശ്യങ്ങൾക്കൊന്നും സാക്ഷിയാവുന്നില്ലെങ്കിലും നേരത്തെ ടി പി വേണുഗോപാലൻ സൂചിപ്പിച്ചതുപോലെ പുസ്തകങ്ങളുടെ പ്രസാധനത്തിൽ വളരെ വലിയ പെരുക്കം തീർച്ചയായും നമ്മുടെ ഭാഷയിലും ഉണ്ടാവുന്നുണ്ട്. പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. ഈ സാന്ദർഭികമായി പറയട്ടെ, കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഒരു കൗതുക വാർത്തയിൽ 20 ലക്ഷം പുസ്തകം സമ്പാദിച്ച ഒരു സാധാരണ മനുഷ്യനെ കുറിച്ച് പറയുണ്ടായിരുന്നു. മൈസൂരിനടുത്ത് പാണ്ഡവപുര എന്ന പ്രദേശത്ത് അങ്കഗൗഡ എന്ന ഒരു മനുഷ്യൻ, വലിയ സമ്പന്നനൊന്നുമല്ല, അയാൾ ജോലി ചെയ്തുണ്ടാക്കിയ സമ്പത്ത് ഉപയോഗിച്ച് 20 ലക്ഷം പുസ്തകങ്ങൾ അയാളുടെ വീട്ടിൽ സംഭരിച്ചു വച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില വായനക്കാരുണ്ട്. അത്രയും അതിശയകരമായ വായന സംസ്കാരത്തിൻ്റെ ഒരു വികാസമൊന്നും ഇല്ലെങ്കിലും നല്ല വായനക്കാരുണ്ട്, നല്ല എഴുത്തുകാരുണ്ട്. അതിന് ഞാൻ ഈ കണ്ണൂരിൽ നിന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ട്.
കേരളത്തിലെ ലൈബ്രറി കൗൺസിലാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി പുസ്തകങ്ങളുടെ ഏറ്റവും വലിയ വിപണനത്തിൻ്റെ മഹാവിപണി സൃഷ്ടിച്ചിട്ടുള്ളത്. അതിലേറ്റവും അധികം പുസ്തകങ്ങൾ വിറ്റഴിയുന്ന ഒരു ജില്ല കണ്ണൂരാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2.5 കോടിയോളം വരുന്നുണ്ട്. അതൊരു ചെറിയ വിൽപ്പന പ്രവർത്തനമല്ല, അത്രയും ഒരു വലിയ സംരംഭമാണ്. വിപണിയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തീർച്ചയായും ഈ തുറന്ന വിപണന കേന്ദ്രത്തിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഞങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയത് ലൈബ്രറിയിൽ പോകുക എന്നുള്ളതാണ്. സ്വന്തമായി പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയോ അങ്ങനെയൊരു മനോഭാവമോ അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം. ആ രീതി മാറുന്നുണ്ട്. ലൈബ്രറികൾ പുസ്തകങ്ങളാൽ സമ്പന്നമാണെങ്കിൽ പോലും അതിനേക്കാൾ സമ്പന്നമായ ആളുകൾ നേരിട്ട് പോയി പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം അടുത്ത കാലത്തായി വളരെ സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പുതിയ എഴുത്തുകാർ മലയാളത്തിലെ മറ്റേത് ഭാഷയിലേത് വന്നതുപോലെ മലയാളത്തിലെ പുതിയ എഴുത്തുകാരുടെ നോവലുകൾ, പ്രത്യേകിച്ച് ഫിക്ഷൻ, വലിയ തോതിൽ വിപണിയിൽ വിറ്റുപോകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് പല സഹായങ്ങൾ നേരത്തെ മോഡറേറ്റേഴ്സ് തന്നെ സൂചിപ്പിച്ചതുപോലെ പുതിയ ഡിജിറ്റൽ യുഗത്തിൻ്റെ എല്ലാ സാധ്യതകളെയും അവർ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവർ മാത്രമല്ല, പ്രസാധകരും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രസിദ്ധരായ എഴുത്തുകാർ നമ്മുടെ കൂടെ ഉണ്ട്. വേദിയിൽ തന്നെ 2-3 വലിയ എഴുത്തുകാരുണ്ട്. ഇപ്പോൾ എഴുതി പ്രസാധകരോട് പ്രസാധകരെ സമീപിക്കുമ്പോൾ തന്നെ അവർ ആദ്യം ചോദിക്കുന്നൊരു കാര്യം, കൗതുകകരമായെങ്കിൽ പോലും അവർ ചോദിക്കുന്നത്, പുസ്തകത്തിൻ്റെ പ്രൊമോഷനൊക്കെ നിങ്ങൾ തന്നെ നിർവഹിക്കില്ലേ എന്നാണ്. പുസ്തകം മിക്കവാറും ആളുകൾ DTP ചെയ്ത് അതിൻ്റെ കവർ പോലും ഡിസൈൻ ചെയ്തിട്ടാണ് മിക്കവാറും പ്രസാധകരെ സമീപിക്കുന്നത്. അതിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷൻ ഉൾപ്പെടെ അവർ നിർവഹിക്കുക, അല്ലെങ്കിൽ ഏജൻസിയെ ഏൽപ്പിക്കുക എന്ന അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതോടെ തീർച്ചയായും ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ സാധ്യതകൾ, അതൊരു തരക്കേടായിട്ടല്ല ഞാൻ പറയുന്നത്, അതിൻ്റെ സാധ്യതകൾ കൂടി വായനയെ സ്വാധീനിക്കുന്നുണ്ട്. ഡിജിറ്റൽ പ്രൊമോഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിളക്കമുണ്ടാക്കിയ പുസ്തകങ്ങൾക്കാണ് ശാലകളിൽ വിൽപ്പന കൂടുതൽ എന്നതും നമുക്കറിയാം. ഈ പല ചർച്ചകളിലും നമുക്ക് ചില വളരെ ശ്രദ്ധേയരായിട്ടുള്ള എഴുത്തുകാർ പറയുന്നത് കേൾക്കാം. അടുത്തിരിക്കുമ്പോൾ തന്നെ എസ് ഹരീഷ് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ എന്നെ പറയുണ്ടായി. അയാൾ ഒരു പുസ്തകശാലയിൽ ഇരിക്കുമ്പോൾ ഒരാളുടെ പുസ്തകം അന്വേഷിച്ചിട്ടൊരു ആൾ വരികയും കൃത്യമായ ഒരു പുസ്തകം മാത്രം അന്വേഷിച്ചിട്ട് അയാളുടെ ഏറ്റവും മികച്ച പുസ്തകം അപ്പുറം ഉണ്ട് എന്നിരിക്കെ കൃത്യമായ ഒരൊറ്റ പുസ്തകം മാത്രം വാങ്ങിയിട്ട് പോകുന്ന ആളെ കണ്ടിരുന്നു. അത് പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കത്തിൻ്റെ ഗുണനിലവാരം തന്നെ ആവണമെന്നില്ല, സോഷ്യൽ മീഡിയ പ്രൊമോഷൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സാധ്യത തീർച്ചയായും പ്രയോജനപ്പെടുത്തേണ്ട ഒട്ടും മോശമല്ല. നേരത്തെ TP വേണുഗോപാലൻ പറഞ്ഞ പോലെ തന്നെ എഴുത്തിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ കണ്ടൻറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമായി ഗൗരവപൂർവ്വം ചർച്ചയ്ക്കെടുക്കുന്ന ഒരു സംഗതി അല്ലാതായി മാറിയിട്ടുണ്ട്. ഒരു ഇടക്കാലത്ത് മലയാളത്തിൽ പ്രായേണ നിലച്ചു പോയിരുന്ന ഒരു ജനപ്രിയ സാഹിത്യത്തിൻ്റെ ഒരു വലിയ തിരയടി ഈ പുതിയ ഘട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. ജനപ്രിയ സാഹിത്യം നേരത്തെ പറഞ്ഞ പോലെ പ്രണയം, ത്രില്ലർ തുടങ്ങിയ ജനപ്രിയ സാഹിത്യത്തിൻ്റെ ഈ ഭാഷ, ഈ ആഖ്യാനത്തിൻ്റെ ഒഴുക്ക് അത്തരം കൃതികളിൽ ഉണ്ടാവുന്നുണ്ട്. സാധാരണ ഒരു ഒട്ടും ആഴമില്ലാത്ത പരപ്പാർന്ന പ്രണയത്തിൻ്റെയോ ത്രില്ലറിൻ്റെയോ കേവലമായ ഒരുപക്ഷെ നൈമിഷികം എന്നൊക്കെ വിളിക്കാവുന്ന വിധത്തിലുള്ള ഉല്ലാസത്തിന് വേണ്ടി, ആഹ്ലാദത്തിന് വേണ്ടി, ഉപാധി മാത്രമായിട്ട് വായനയെ കാണുന്ന ഒരു ശീലം മലയാള വായനക്കാരിൽ കൂടി വരുന്നുണ്ട് എന്നത് ഒരു സവിശേഷതയാണ്. അതങ്ങനെ വലിയൊരു കുഴപ്പമുള്ള കാര്യം എന്ന നിലയ്ക്കല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ആഴമാർന്ന വായന ഇല്ല എന്നല്ല, അതിനേക്കാൾ ഏറെ വിറ്റഴിഞ്ഞു പോകുന്ന പുസ്തകങ്ങളുടെ എണ്ണം കണക്കാക്കിയാൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സങ്കീർണാനുഭവങ്ങളുടെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്നതിന് പകരം കേവലാനുരാഗത്തിൻ്റെയോ പരപ്പാർന്ന ഈ ജീവിതത്തിൻ്റെ ഒരു ഈ കേവല ദൃശ്യങ്ങളിലേക്ക് മാത്രം അഭിരമിക്കുന്ന ഒരു വായനാശീലം ഉണ്ടാവുന്നുണ്ട് എന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വിപണിയെ സംബന്ധിക്കുമ്പോൾ ഈ വ്യവസ്ഥാപിതമായ വിപണി മാത്രമല്ല, നേരത്തെ രാവിലെ ഞാൻ ഒരാളോടുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഓരോ എഴുത്തുകാരനും ഇപ്പോൾ ഓരോ വിപണിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്വയം പുസ്തകം കൊണ്ട് നടക്കുന്ന ആൾ മാത്രമല്ല, ഞാൻ ഏറ്റവും മികച്ച പുസ്തകങ്ങൾ വാങ്ങി വായിച്ചിരുന്ന ഒരാൾ ഇവിടെ വേദിയിലിരിക്കുന്ന ദാമോദരൻ കുളപ്പുറം തന്നെയാണ്. അദ്ദേഹം മലയാളത്തിലെ വളരെ പ്രസിദ്ധമായ പുസ്തകങ്ങൾ മുഴുവൻ സഞ്ചിയിലെടുത്ത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ആളുകളെ കണ്ടെത്തി ആ പുസ്തകങ്ങൾ നൽകിയിരുന്ന ഒരു കാലം തീർച്ചയായും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. നല്ല പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ ഇപ്പോഴും ധാരാളം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവർ പോലും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. മുമ്പ് ബഷീറൊക്കെ ചെയ്തത് തന്നെയാണ്, വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ചെയ്തിരുന്ന ഒരു പാരമ്പര്യമുണ്ട്. പുസ്തകങ്ങൾ
മായി ആളുകളെ, വായനക്കാരെ തേടി പോവുക എന്ന ഒരു പാരമ്പര്യം തീർച്ചയായിട്ടുണ്ട്. അതോടൊപ്പം പുസ്തകങ്ങൾ, സ്വന്തം പുസ്തകങ്ങൾ മാത്രം വിൽക്കുന്ന ആളുകളുണ്ട്. അതൊന്നും ഒരു മോശമായിട്ട് പറയുന്നതല്ല. അപ്പോൾ വിപണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പല വിധങ്ങളിൽ അതിൻ്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന ഒരു അനുഭവം പുതിയ മലയാളത്തിനുണ്ട് എന്നാണ് ആമുഖമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഭാഷയിൽ ഏറ്റവും അധികം വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും നിരവധി എഴുത്തുകാർ, ഒരുപക്ഷെ മലയാളത്തിലെ എല്ലാ നിരൂപകരും പലതവണ ആവർത്തിച്ച് വായിക്കുകയും എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു കൃതി OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസമാണ്. ഒരുപക്ഷെ സാഹിത്യം വായിക്കുന്ന മുഴുവൻ ആളുകളും ഖസാക്കിൻ്റെ ഇതിഹാസം വായിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കൃതികളെക്കുറിച്ച് പരിചയപ്പെടുന്നതോടൊപ്പം എന്നാൽ ആ കൃതികളുടെ അല്ലെങ്കിൽ പോരായ്മകളുള്ള പുസ്തകത്തെക്കുറിച്ചും നല്ലത് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഒരു പുതിയ രീതിയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു.